ശക്തി കേന്ദ്രങ്ങളായ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് പിറകിലേക്ക് പോകുന്നു എന്ന വിവരമാണ് വരുന്നത്. അവിടെ ഉറപ്പായും പറയാം, സ്പോയിലർ ആയിട്ടുണ്ടായിരിക്കുക ജനനായക് ജനതാ പാർട്ടിയും INLDയുമാണ്. അവർക്ക് സീറ്റുകൾ കിട്ടിയില്ലെങ്കിലും കോൺഗ്രസിലേക്ക് പോകേണ്ട വോട്ടുകൾ, ജാട്ട് വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. BJP ഒരു സ്ട്രാറ്റജിയായി JJPയെ അവരുടെ സഖ്യത്തിൽ നിന്ന് മാറ്റിയതാണ്. അത് ഫലം കാണുന്നുണ്ടോ എന്നതാണ് ഈ 46 എന്ന കണക്ക് വ്യക്തമാക്കുന്നത്. അറിയില്ല, എന്തും സംഭവിക്കാം. പക്ഷേ BJPക്ക് കഴിഞ്ഞ തവണ 40 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അവരിപ്പോഴും 46 ലീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു എന്ന വാദം ഈ ഘട്ടത്തിൽ തെറ്റാണ്. അതായത് വോട്ടെണ്ണൽ തുടങ്ങി 2.25 മണിക്കൂറാകുമ്പോൾ ആ വാദം ഇനി നിലനിൽക്കുന്നില്ല. അവിടെ BJP അവരുടെ സ്ട്രോങ് ഹോൾഡ് കുറെ കൂടി ശക്തമായി നിലനിർത്തുന്നുണ്ട്. കോൺഗ്രസ് തിരിച്ചുവരവിന് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അധികാരത്തിലേക്ക് വരാൻ കഴിയുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ കണക്ക്. 70-ൽ നിന്ന് 37-ലേക്ക് മാറിയതാണ്, 19-ൽ നിന്ന് 46-ലേക്ക് എത്തിയതാണ്. അത്ഭുതങ്ങൾ സംഭവിക്കാം, അവിടെ ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് നീങ്ങിയേക്കാം. ഒരു സാധ്യതയും തള്ളിക്കളയുന്നില്ല നമ്മൾ. പക്ഷേ പോരാട്ടം കടുത്തതാണ് ഹരിയാനയിൽ. എന്തായാലും കടുത്ത പോരാട്ടം നടക്കുന്നു. അവിടെ ഒരു ഘട്ടത്തിൽ 19 സീറ്റിൽ നിന്നും BJP ഇപ്പോൾ ഏകദേശം അടിപതറി പോകുന്നു എന്ന് തോന്നലിന് 19 സീറ്റിൽ നിന്ന് BJP 54-ലേക്ക് ഉയർന്നു. അതിനുശേഷം 46-ലേക്ക് ഇടിയുന്നു. 70 സീറ്റിൽ കിടന്ന കോൺഗ്രസ് 34-ലേക്ക് കിടിഞ്ഞ് ഇപ്പോൾ 37-ലേക്ക് വീണ്ടും കയറുന്നു. അങ്ങനെ അവിടെ ഹരിയാന ട്വിസ്റ്ററിൽ, ഹരിയാന ദങ്കലിൽ എന്തും ഇനിയും സംഭവിക്കാമെന്നുള്ള ഒരു പ്രതീതി അന്തരീക്ഷത്തിൽ നിൽക്കുന്ന കാര്യം. ഇപ്പോൾ വോട്ടെണ്ണൽ തുടങ്ങിയത് 3-ാം മണിക്കൂറിലേക്ക് 9, 10, 11, 10:45 ആവുകയാണ്. 11 മണിയിലേക്കൊക്കെ പോകുമ്പോൾ 10:45 ആകുമ്പോഴേക്കും ഇതാണ് അവസ്ഥയിൽ. സാധാരണഗതിയിലുള്ള തെരഞ്ഞെടുപ്പുകളിൽ 10:45 സമയത്ത് ഉണ്ടാകുന്ന ഈ കണക്ക് ഏതാണ്ട് സ്റ്റേബിൾ കണക്കാണ്. അത് ആര് ജയിക്കും, ആര് പരാജയപ്പെടുമെന്നതിൻ്റെ കൃത്യമായ ഷാർപ്പായ സൂചനയാണ്. അത് ഏതാണ്ട് ഉറപ്പിക്കാൻ പറ്റുന്ന സമയമാണ്. ഹരിയാന ആയതുകൊണ്ട് ഇനിയും ഏതെങ്കിലും തരത്തിൽ വലിയ മാറ്റങ്ങൾക്ക് അവിടെ സാധ്യതയുണ്ടോ എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ഏതാണ്ട് 10, 13, 20 മണ്ഡലങ്ങളിൽ 1000-ൽ താഴെ മാത്രമാണ് വോട്ട് വ്യത്യാസമെന്ന് പറയുന്നു. അപ്പോൾ എന്തായാലും ഹരിയാനയിൽ BJP അങ്ങനെ അതിഭീകരമായ ഭരണവിരുദ്ധ വികാരത്തിൽ അവർ കുത്തിയൊലിച്ച് പോകുന്നില്ല എന്ന കാര്യം ഉറപ്പായിരിക്കുന്നു. അവിടെ ഈ ഭരണവിരുദ്ധ വികാരമൊക്കെ ഇല്ല എന്ന് തന്നെ വേണം പറയേണ്ടി വരാൻ. ജാട്ട് വോട്ടുകൾ അത്തരത്തിൽ കോൺഗ്രസ് അനുകൂലമായി പോകുന്നുണ്ടോ എന്ന സംശയമുണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞാൽ തന്നെയും ഈ JJPയും INLDയും കാര്യമായി സീറ്റുകൾ പിടിക്കുന്നില്ലെങ്കിൽ കൂടിയും JJP വോട്ടുകൾ അവരുടെ ഈ പറഞ്ഞ ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ടുകളൊക്കെ JJP INLD സ്പ്ലിറ്റായി പോകുന്നുണ്ടെന്ന സംശയം. എന്തായാലും കഴിഞ്ഞ കുറെ സമയമായി ഇങ്ങനെ 37-46 നിൽക്കുകയാണ്. 37 കോൺഗ്രസ്, 46 BJPക്ക് ഇങ്ങനെ കഴിഞ്ഞ കുറെ അധികം സമയമായി. ബൽറാം നെടുങ്ങാടി ശ്രീനഗറിൽ നിന്ന് തത്സമയം ചേരുന്നു. ബൽറാം, അവിടെ എന്താണ് ഇപ്പോൾ ഒരു മാറ്റവും ഇല്ലാതെ ഇപ്പോൾ ഇന്ത്യ സഖ്യം 48-ലേക്ക് താണു എന്ന വാർത്ത വരുന്ന BJP 27-ൽ തുടരുകയാണ്. 48-27 ഏറ്റവും അവസാനം ശ്രീനഗറിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന ലോക്കൽ റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ്? SKN ജമ്മു കശ്മീരിൽ നേരത്തെ പുറത്തു വന്ന എക്സിറ്റ് പോൾ സർവേകൾക്ക് പിന്നിലാക്കിക്കൊണ്ടുള്ള പ്രകടനം NC കാഴ്ചവെച്ചിരിക്കുന്നു. ഇപ്പോൾ ലഭ്യമായ ഫലസൂചനകൾ അനുസരിച്ചും NCയുടെ മുന്നേറ്റം തുടരുകയാണ്. നേരിയ തോതിലുള്ള ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നുണ്ട് ഫലസൂചനകളിൽ എങ്കിൽ പോലും NC പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ ഒരു മുന്നേറ്റത്തിലേക്ക് പോയിരിക്കുന്നു. ഞാനിപ്പോൾ ഉള്ളത് ഫാറൂഖ് അബ്ദുള്ളയുടെയും ഒമർ അബ്ദുള്ളയുടെയും ശ്രീനഗറിലെ വസതിക്ക് മുന്നിലാണ്. ഇവിടെ NC പ്രവർത്തകർ എത്തിയിരിക്കുന്നു. സ്ത്രീകളുടെ നേതൃത്വത്തിലാണ് ഈ NC പ്രവർത്തകർ ആഘോഷവുമായി എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവർ പാട്ടുപാടിയും മറ്റുമാണ് ആഘോഷങ്ങൾ പങ്കുവയ്ക്കുന്നത്. ആദ്യ ഫലസൂചനകളിൽ തന്നെ അവർ ആഘോഷവുമായി എത്തിയിരിക്കുന്നു. ജയം ഉറപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. गठबंधन जरूर सरकार बनाएगा जी, गठबंधन जरूर सरकार बनाएगा जी। कितना सीट लग रहा है जी? इंशाल्लाह सरकार तो होनी है NC की, हम इतना ही कह रहे हैं। जश्न करने आए थे ना यहाँ से उमर साहब के पास, शमीमा जी के पास। हम घर में बहुत तंग किया था, आपने आज यहाँ से शेजना मनाएगा, जश्न मनाएगा। BJP ജമ്മു കശ്മീരിൽ നിന്ന് പുറത്താക്കുമെന്നും ഭരണം സഖ്യ സർക്കാർ ഉറപ്പിച്ചിട്ടുണ്ട് എന്നുമാണ് ഇവർ പ്രതികരിക്കുന്നത്. നാടൻ പാട്ടുകളുമായി മറ്റുമാണ് സ്ത്രീകളുടെ നേതൃത്വത്തിൽ ഒമർ അബ്ദുള്ളയുടെയും ഫാറൂഖ് അബ്ദുള്ളയുടെയും വസതിക്ക് മുന്നിൽ ആഘോഷവുമായി എത്തിയിരിക്കുന്നത്. എന്തായാലും ജമ്മു കശ്മീരിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തു നിന്നും ആഘോഷങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ മണിക്കൂറുകളിൽ യാതൊരു ആഘോഷവും ഇല്ലാതെ നിശ്ചലമായിരുന്നു. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് ഉള്ളിൽ ഇപ്പോഴും വലിയ സുരക്ഷ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഈ പ്രദേശത്തൊന്നും ആളുകളെ കൂട്ടം കൂടാനൊന്നും അനുവദിക്കുന്നില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.